ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചോളി ബ്ലൗസ് തയ്ക്കുന്നത് കട്ട് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുണി ലൈനിങ് വെച്ചാണ് ആദ്യം വെട്ടുന്നത്. അപ്പോൾ അവരുടെ അളവുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ് പേപ്പറിൽ. ഇതിന്റെ ചെസ്റ്റ് അളവ് 39 ആണെങ്കിൽ അതിന്റെ 39 ആണ്. തയ്യൽ തുമ്പ് 6 ഇഞ്ച് കൂടുതൽ ചേർക്കുക. 39 + 6 45 കിട്ടുന്നു. ഈ 45നെ 4ആയിട്ട് ഭാഗിക്കുക. 4ആയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 11.25 കിട്ടുന്നത്. ഈ 11.25 വെക്കേണ്ട അരയെന്ന് അങ്ങ് ആക്കിക്കോ. 11.5 അങ്ങ് എടുക്കുന്നു. അപ്പോൾ ബസ്റ്റ് അതായത് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് 11.5 എടുക്കുന്നു. താഴത്തെ വണ്ണം അതായത് വേസ്റ്റ് ഭാഗം 34. അത് തയ്ച്ച് കഴിയുമ്പോഴാണ് ഫിറ്റിങ്ങിൽ 34 എടുത്തിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ സ്ലീവിന്റെ റൗണ്ട് 12 ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂടുതൽ ചേർത്ത് 13 ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം എടുക്കുക. അത് കഴിഞ്ഞ് സ്ലീവിന്റെ റൗണ്ടും 12 ആണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് കൂടെ കൂടുതലിട്ട് 13.5 റൗണ്ടിന്റെ ഭാഗത്ത് ലൂസ് ഇട്ട് വെട്ടുക. പിന്നെ ടോട്ടൽ ബ്ലൗസിന്റെ ഇറക്കം 14 ആണ്. 1 ഇഞ്ച് കൂടെ കൂടുതലിട്ട് 15 ഇഞ്ച് എടുക്കുക. ഇനി നമുക്ക് വെട്ടുന്നത് കാണാം. ഇതിങ്ങനെ ഓൾറെഡി രണ്ടായിട്ട് ഫോൾഡ് ആയിട്ട് ഇരിക്കുന്ന തുണിയാണ്, കണ്ടോ? ഇത് തേര് ഭാഗമാണ്. തേരും കൂടെ രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, മടക്കിയിടുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. നമുക്ക് സ്ലീവ് 12 + 1 13 ഇഞ്ചാണ് വേണ്ടത്. ഇറക്കം 13 ഇഞ്ച് എടുക്കുക, മാർക്ക് ചെയ്യുക. സ്ലീവിന്റെ താഴെ ഭാഗം വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഓപ്പൺ ഭാഗം, അവിടെ ആദ്യം 13 നമ്മൾ അടയാളപ്പെടുത്തതിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് അവിടുന്ന് ഈ ഷോൾഡറിന്റെ അവിടുന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്യുക. അതിങ്ങനെ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുഴിച്ച് ചെയ്യാം. ഒരു 2 ഇഞ്ച് ഇങ്ങനെ ഒരു അകലം കാണുന്ന രീതിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഷേപ്പ് കുഴിച്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ വരച്ച വരയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് രീതിയിൽ ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്യാം. ഈ കോർണറിൽ നിന്ന് നമ്മൾ ഈ 7.5 അടയാളപ്പെടുത്തി ഇങ്ങോട്ട് വരയ്ക്കുക, മാർക്ക് ചെയ്യുക. നമുക്കിനി വെട്ടാം. സ്ലീവിന് നല്ല ഇറക്കം വേണമെങ്കിൽ നമുക്ക് തുണി കൂടുതൽ വേണം. ഇത് 1 മീറ്റർ ലൈനിങ് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തുണി കുറവാണ്. നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിന് കിട്ടുന്നില്ല. ഞാനപ്പോൾ അതുകൊണ്ട് ഈ തുണി എന്തെന്ന് വെച്ചാൽ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ട് വെട്ടുന്നത് റോങ് സൈഡാണ്, പക്ഷേ തുണി തികയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനത് തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടും. തിരിച്ചിങ്ങനെ ഇട്ടിട്ട് അപ്പം തേര് വശം ഈ സൈഡിലായി കേട്ടോ. 2 സൈഡിലെ തേര് വശം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വെട്ടാം. അപ്പം നമുക്ക് അതിൻ്റെ ഇറക്കം നമുക്ക് 2 പീസയിലും കിട്ടും. 39 + 6 45, 45/4 നമുക്ക് 11.25 വേണ്ടത്. നമ്മളിവിടെ 11.5 ഇട്ട് വെട്ടുകയാണ്. നമുക്ക് ലെങ്ത് വേണ്ടത് 14.5 അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂടുതൽ 15.5 എടുക്കുക. അപ്പോൾ 15.5 ലെങ്ത് എടുത്തു, 11.5 വണ്ണം എടുത്തു. ഇവിടെ നമുക്ക് 8 ഷോൾഡർ എടുക്കണം. അവർക്ക് നെക്കിൻ്റെ അകലം 7 ഇഞ്ചായിരുന്നു. നെക്കിൻ്റെ അകലം അവർക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ 7ന്റെ പകുതി 3.5, ബാക്കി 4.5 ഇഞ്ച് ഷോൾഡർ വരുന്നുണ്ട്. കാരണം സാധാരണ നമ്മൾ മറ്റേ ഉള്ള ടൈപ്പിൽ ചോളി ബ്ലൗസ് അല്ല, ഹൈനെക്ക് അല്ലെങ്കിൽ
നമുക്ക് ഷോൾഡർ ഇത്രയും ആവശ്യമില്ല. നമ്മൾ 3 ഇഞ്ച് അല്ലെ 3.5 ഇഞ്ചൊക്കെ എടുക്കുന്നത്. ഇതിപ്പം നമ്മൾ ഈ ഹൈനെക്ക് ബ്ലൗസ് ആയതുകൊണ്ട് ഈ നെക്കിൻ്റെ ഇവിടുന്ന് നെക്ക് കയറിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടുമ്പം ഇങ്ങനെ വിരിഞ്ഞ് വരത്തില്ല, ഒരു ഇലാസ്റ്റിക് ടൈപ്പ് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ അളവ് കൂടുതൽ വേണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈനെക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഷോൾഡറിൻ്റെ അളവ് കൂടുതൽ വേണം, എങ്കിലേ ഉള്ളൂ അവർക്ക് ഇടുമ്പോൾ ഫിറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 8 ഇഞ്ചിൽ 3.5 ഇഞ്ച് നെക്കകലം കഴിഞ്ഞു. ബാക്ക് നെക്കിന്റെ ഇറക്കം ബാക്കിയുള്ളത് 1.5 ഇഞ്ച് മതി. ഷോൾഡറുമാണ്. ആം ഹോള് 6. ആം ഹോൾ 6 എടുത്തു. ബാക്ക് നെക്ക് 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ഇനി താഴെ നമ്മൾ ഈ 11.5 മാർക്ക് ചെയ്യുന്ന 1 ഇഞ്ച് പുറകോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ആം ഹോളിന്റെ കോർണറിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക. 1 ഇഞ്ച് പുറകോട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. വഴി നമുക്ക് വെട്ടാം. പിന്നെ ഇവിടെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് അകലം കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നെക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് വെട്ടാം. അപ്പോൾ ഇനി ഫ്രണ്ട് പീസ് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ വെട്ടിയ ബാക്ക് പീസ് ബാക്കിയുള്ള തുണി അതുപോലെ മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് അളവായിട്ട് വെക്കുക. എന്നിട്ട് 1 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം ഫ്രണ്ട് പീസിന്, നമുക്ക് കട്ടിങ് വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇറക്കം എടുക്കുമ്പോൾ 1 ഇഞ്ച് കൂടെ കൂടുതലിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് പിന്നെ ആം ഹോളൊക്കെ അതേപോലെ തന്നെയാണ് അത് ഷേപ്പ് ചെയ്യുക. പിന്നെ വരുന്നത് ഫ്രണ്ട് നെക്കിന് ഡെപ്ത് കൂടുതൽ വരുമല്ലോ, അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് പീസിന് 1 ഇഞ്ച് കൂടുതൽ ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. കാരണം ഓരോരുത്തരുടെയും ചെസ്റ്റിൻ്റെ അളവനുസരിച്ച് കപ്പിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഫ്രണ്ട് പീസിന് കൂടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അധികം കപ്പ് വേണ്ടാത്തവരാണെങ്കിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം വെച്ച് കപ്പ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ ഇട്ടുകൊള്ളുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുക. ഫ്രണ്ട് നെക്ക് ഒരു 6.5 ഇഞ്ച് ഡെപ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് കട്ടിങ് തയ്ക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഹുക്കിൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. നടുക്ക് ഒരു 3 ഇഞ്ച്, പിന്നെ ഇങ്ങ് അറ്റത്ത് 3.5 ഇഞ്ച്. എന്നിട്ട് ഇത് തമ്മിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതുകൂടെ നെക്കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക. നന്നായിട്ട് ഷേപ്പ് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് കയറ്റി വേണം റൗണ്ട് ചെയ്യാനായിട്ട്, നന്നായിട്ട് വൈഡായിട്ട് നെക്ക് ഇരിക്കുന്നതിനായിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വെട്ടാം. അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്, ഇത് സ്ലീവ്. ഇനി നമുക്ക് ശരിക്കുള്ള തുണി വെട്ടിയതിന് ശേഷം ബാക്കി കട്ട് പീസുകളൊക്കെ കട്ട് ചെയ്യാം. നെക്കെ പിടിപ്പിക്കാനുള്ള പടി വേണം, ഫ്രണ്ടിൽ ഹുക്ക് പിടിപ്പിക്കാനുള്ളത് വേണം, ഹോൾ പിടിപ്പിക്കാനുള്ളത് വേണം, ബാക്കിൽ ഒരു ഫിറ്റിങ്ങിന് വേണ്ടി വെക്കാനായിട്ടൊരു പടി വേണം, 1.5 ഇഞ്ച് വീതിയിൽ വേണം. അത് അത്രയും കാര്യങ്ങൾ നമുക്ക് കട്ട് പീസിനകത്ത് വെട്ടിയെടുക്കാനുണ്ട്. അത് നമുക്ക് മറ്റുള്ള തുണിയും കൂടെ വെട്ടിയിട്ട് ഇനി നമുക്ക് ശരിക്കുള്ള തുണി ഇട്ടിട്ട് ഇതങ്ങനെ ഇട്ട് വെട്ടിയാൽ മതി. ഇത് പോളി സിൽക്കിന്റെ തുണിയാണ്. ഈ തേര് ഭാഗം ഉണ്ടല്ലോ, അതാണ് തേര് ഭാഗം. ഇത് രണ്ടും തേര് ഭാഗമാണ്. നേരെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുക. അതിനുശേഷം അതൊന്നുകൂടെ മടക്കുക. ഇങ്ങനെ ഒന്നുകൂടെ മടക്കി ശരിക്കുള്ള തുണി വെട്ടുമ്പം അല്പം കൂടുതൽ ഇട്ട് വെട്ടിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. വെട്ടി വെച്ചിരിക്കുന്ന ബാക്ക് പീസ് നമ്മൾ ലൈനിങ് അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേ അളവിൽ തന്നെ വെട്ടിയെടുക്കുക. മറ്റൊന്നും ചെയ്യാനില്ല.
ഇനി ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിന് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ക്രോസ് കട്ടായിട്ട് വെട്ടി നോക്കാം. അപ്പോൾ ഇതിങ്ങനെ മൊത്തം കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ കട്ടിങ് വിട്ട് മാറ്റുക. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ക്രോസ് ആയിട്ടിട്ട് വെട്ടുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഈ കട്ടിങ്ങും കൂടെ വെട്ടാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു, ഇതിൻ്റെ ടക്ക് പോയിന്റിൻ്റെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മറ്റുള്ള വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയുള്ളൂ. നമ്മൾ സാധാരണ ഈ വെട്ടിയിരിക്കുന്ന ഈ തുമ്പുണ്ടല്ലോ, നമ്മളിത് ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു 2 ഇഞ്ച് താഴേന്ന് 2 ഇഞ്ച് അകലം നമ്മൾ അഥവാ ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഹുക്കിൻ്റെ ഈ ഏറ്റവും ഈ നെക്കിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു 1 ഇഞ്ച് താഴെ വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പം 1 ഇഞ്ച് താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് കിട്ടുന്ന ഈ കോർണർ ഈ മൂലയാണ് നമ്മൾ ടക്കിനായിട്ട് ഉപയോഗിക്കുക. ഇനി ഈ മിഡിൽ ടക്ക് ഇടുന്നത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ മിഡിൽ ഭാഗം ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുക താഴേക്ക്, കണ്ടോ? ഈ 2 ഷോൾഡറും വരുന്നതിൻ്റെ മധ്യഭാഗത്തു നിന്ന് താഴേക്ക് വരുന്ന പോയിന്റ് ഏതാണോ അവിടാണ് നമ്മൾ മിഡിൽ ടക്കിനുള്ള പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച്. എന്നിട്ട് 2 സൈഡിലേക്കും ഒരു 1.5 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3 ഇഞ്ചിലോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. ഒരു 2.5 ഇഞ്ച് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഓരോ 1/2 ഇഞ്ച് സൈഡിലോട്ട് 1/2 ഇഞ്ച് വീതം ഗ്യാപ്പ് കൊടുത്ത് ഇങ്ങനെ അവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഷോൾഡറിൻ്റെ കൈക്കുഴിയുടെ ഇവിടെ, അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് എടുക്കുകയും ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ആ കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ കോർണർ ഭാഗത്തു നിന്നാണ് നമ്മൾ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്. ഈ 2 ലൈനിൻ്റെ മിഡിൽ ഭാഗം എവിടെ വരുന്നോ അവിടെ വരുന്ന ആ പോയിന്റ്. അപ്പോൾ ആ കോർണറിൽ നിന്ന് 4 ഇഞ്ച് ഇങ്ങനെ മിഡിൽ ഭാഗം കാണുന്ന രീതിയിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 4.5. എന്നിട്ട് അവിടെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അകലം 2 സൈഡിലും എടുക്കുക. അവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സാധാരണ ചെയ്യുന്ന പോലെ കട്ട് ചെയ്താണ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഹൈനെക്ക് ബ്ലൗസ് വെട്ടുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഷോൾഡറിൻ്റെ അളവാണ് നമ്മൾ മെയിനായിട്ട് അതിന് നോക്കേണ്ടത്. ബാക്ക് നെക്കിൻ്റെ ഡെപ്തും അതുപോലെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റുമാണ് കറക്റ്റായിട്ട് അതിന് വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പം പൊട്ടിപ്പോകും. അതിനനുസരിച്ച് വേണം നമ്മൾ ഷോൾഡറിൻ്റെ വൈഡ് കൊടുത്ത് വേണം അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഞാൻ അതിന് മറുപടി ഇടുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.